SSLC റിസൾട്ട് തീയതിയിൽ മാറ്റം. അതുമാത്രമല്ല, ഇത്തവണ A+ കിട്ടാനുള്ള പോരാട്ടവും കടുക്കും. SSLC റിസൾട്ടിനെക്കുറിച്ചും അതുപോലെ തന്നെ +1 റിസൾട്ടിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. മെയ് 8-ന് SSLCയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. മെയ് 15-ന് ശേഷം മാത്രമേ ഫലപ്രഖ്യാപനം ഉണ്ടാകൂ എന്നുള്ളത്. ഇലക്ഷൻ ഡ്യൂട്ടി കാരണം മൂല്യനിർണ്ണയം വൈകിയതാണ് ഇതിന് കാരണം. 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തവണ A+കളുടെ എണ്ണം കുറയ്ക്കാനും വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. കാരണം സിമ്പിളാണ്. കഴിഞ്ഞ തവണ ഫുൾ A+ കിട്ടിയവർക്ക് പോലും ഇഷ്ടപ്പെട്ട കോഴ്സിന് സീറ്റ് കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു. ഈ സീറ്റ് പ്രതിസന്ധി ഒഴിവാക്കാൻ വാല്യുവേഷൻ ഇത്തിരി ടൈറ്റ് ആക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കൃത്യമായി എഴുതിയവർക്ക് മാത്രമേ ഇത്തവണ ഫുൾ A+ പ്രതീക്ഷിക്കാവൂ. ഇനി +1കാരുടെ കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ഡേറ്റും റിസൾട്ടിനെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കാറില്ല. SSLC +2 പേപ്പർ നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ +1ൻ്റെ വാല്യുവേഷൻ തുടങ്ങൂ. മിക്കവാറും ജൂൺ മാസം സ്കൂൾ തുറന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരുന്നത്. കൃത്യമായി ഒരു ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടാകില്ല. 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് +1ൻ്റെ എക്സാം എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. റിസൾട്ട് വരുന്നതിന് മുമ്പായി തന്നെ കൃത്യമായ ലിങ്കുകളും വിവരങ്ങളുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ വാർത്തകൾക്കും റിസൾട്ട് അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.